നെറ്റ് ഇഷ്യൂ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഭാഗം 2 എന്നുള്ളൊരു വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും. ചെയ്ത് വെക്കും, ഇടാൻ പറ്റുമെങ്കിൽ ഇടും. എന്നാലേ നമുക്ക് സമയത്തിന് സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. മാല്യവാൻ്റെ വാക്യം, യുദ്ധാരംഭം, രാവണൻ്റെ പുറപ്പാട്, കുംഭകർണൻ്റെ നീതിവാക്യം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓം ഗം ഗണപതേ നമാം. ഓം ഗും ഗുരുഭ്യോ നമാം. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേത ശ്രീരാമചന്ദ്രസ്വാമി നമാം. സാരനായൊരു സുഖൻ പോയനന്തരം ഘോരനാൻ രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതോ രാവണ മാതാവുതൻ പിതാം. ഖിന്നനായ രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോജിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണങ്ങനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിലെ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടിലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേം. ദാരുണമായിടി വെട്ടുന്നിതന്നകം ചോരയും പെയ്യും നിദുഷ്ണമായെത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാങ്കാളിയും ഘോരദംഷ്ട്രാന്വിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാണകുലങ്ങളോടു മൗവണ്ണമീം. പന്നകജാലങ്കരുടനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയേ. സീതയെ കൊണ്ടുപോയി രാമപാതേ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതോ വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുക അദ്വയേനാം പരമാത്മാനമവ്യയും. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടണ്ടക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാ നീയും വിശുദ്ധനും ഭക്തി കൊണ്ടൊട്ടുമീ കാലം കളയാതെ കണ്ടു നീയും. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതോ കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേം. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തന മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പുറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാൻ രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. പൂനേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതി സ്നിഗ്ധനാമിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്തൻ പ്രാസാദമൂർധനീകരേറിനാൻ. വാനരസേനയും കണ്ടകമീ ബഹുമാനവും കൈക്കൊണ്ടിരിക്കുന്ന ശാന്തരീം. യുദ്ധത്തിനാരജനീതര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും. രാവണനെ കണ്ടു കോപിച്ച് രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന കണ്ടിച്ച നേരത്തു രാവണൻ
നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാര് ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമെത്തിയിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗടക്കാപണവാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളിലും വാരണാശോഷ്ട്രഹരഹരി ശാർദൂല സൈരിവസ്യന്തിന് മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുൽഗരയഷ്ടിശക്തിസുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ദികൾ അദ്രികൾ ഗുർവിയും ദൽക്ഷണം ഉദ്ധൂതമായിതോ സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാം മൃഗസ്ഥനും വജ്രദം ശ്രന്തതാ ദക്ഷിണ ദിക്കിലും ദുച്ഛവനാരിയാം മേഘനാഥൻ തഥാം പശ്ചിമ ഗോപുരദ്വാരിപുക്കിടിനാൻ. മിത്രവർഗമാദ്യഭൃത്യജനത്തോടും ഉത്തരദ്വാരിപുക്കാന്തസവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ ബാലിതനേയനും ദക്ഷിണ ഗോപുരേം വായുധനേയനും പശ്ചിമ ഗോപുരേ മായാ മനുഷ്യനാദിനാരായണൻ മിത്രതനേയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായും. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുവം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലിങ്കിടങ്ങും തകർത്തുടങ്കൂട്ടമിറ്റാത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വിട്ടുകൊണ്ടറ്റു വിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ കീട്ടികൾ മുദ്ഗര പന്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമികര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടും നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസേനവസ്ഥകൾ പേർത്തുമറിവതീനായ എച്ചിടിനൻ ശാർദൂലനാദിയാൻ രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാറവരും കവികളായും മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ദബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടം വിദ്യുജ്ജഹേനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം ബുക്കാൻ. രാമശിരസും ധനുസും ഇതിന്നുടൻ വാമാക്ഷി മുന്നില മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരേം. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ അന്നേരം. വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദങ്ങ ശേഷങ്ങകലക്കളക നീം എല്ലാം ചതിയെന്ന് തേറിയിടിതൊക്കവേം. നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങില്ലൊരു സംശയം കല്യാണദേവതേം. വല്ലവൻ കൊല്ലും ദശാസനെ നിർണയം ഇത്തം സരമാ സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലദേവത വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നിന്നുടെ മുന്നിലാ മാറുവച്ചിടുക വൈകാതെയും.
യുദ്ധത്തിനാശു പുറപ്പെടുകല്ലാകിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസ സേനയിൽ ലങ്കാനഗരവും രാക്ഷസരാജന നിന്നോടു കൂടവേയും സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണം. ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ. നാണം നിനക്കിതുമില്ലയോ മാനസീം. ഇതങ്ങധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനേയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ച നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞ കവീന്ദ്രനും. പിന്നെ ആ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളിലൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. പിന്നെ സുഷേണെങ്കുമതെന്നളങ്കജൻ ധന്യങ്കവേയങ്ക വാക്ഷന്മാരിൽ സുതൻ എന്നിവരാതിയ വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നു പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തം ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും വെണ്ടിപാലങ്ങളും ഉൽഗരജാലവും ചക്രങ്ങളും പരേഖങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും. വരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും ഇങ്ങുമിട് തോർന്നു മാറ്റൊലിക്കൊണ്ടുതേം. ജമ്പാരി മുമ്പാ നിലിംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികയിലോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാന്തി നിറഞ്ഞിടിനാർ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വീൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലിനി ശാചരൻ. സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനെയും പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണവീരനും നീലൻ നികുംബനോടേറ്റാൻ തവനനെ കാലപുരത്തിനയച്ച മഹാഗതൻ. ലക്ഷ്മണനേറ്റാം വിരൂപാക്ഷനോടതാം ലക്ഷ്മീപതിയാന്റെ ഉത്തമൻ തന്നോട് രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു ബുക്കാസുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാശ്രമീതു മോഹിപ്പിച്ചിതു ബദാരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയോ ഒന്നൊഴിയാതെ ജയിച്ചെനിതെന്നവൻ മിന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മീളിച്ചു. ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താമംഗലർന്നു വിഭീഷണവീരനും ഹാഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരാമരുവും ദശാന്തരേയും. സപ്തദീപങ്ങളിലും സപ്താർണവങ്ങളിലും സപ്താജലങ്ങളിലും ഉത്ക്ഷോഭമാമണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ദിതോയം ദിത്വാ വിത്വാ സ്വഭക്ഷയുഗ്മോദൂതലോകത്രയത്തോടതിദ്രുതം. നാഗാരി രാമപാദം വണങ്ങിടിന നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണീം. ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായും ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുത പക്ഷിപ്രവരനെ ബദ്ധ സമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ ദാർശനും.
മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കപിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങിലും കുന്നുശിലയിങ്ങെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൊക്കിരിക്കുന്നതിൻ മുന്നമേം വന്നാറവരുമിങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവും. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷം ഇതെന്നു ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാതവം കൈക്കൊണ്ടു ഭിത്തിതൻ ഉത്തമാകത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിടുവാൻ പോകധൂമ്രാക്ഷൻ പടയോടു കൂടവീം വേഗേന യുദ്ധം ജയിച്ചു വരിക നീം. ഇത്തമനുഗ്രഹം ചെയ്ത യച്ചാനതി ക്രുദ്ധന ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ. മാരുതിയോടെ തീർത്താനവനും ചെന്നു ദാരുണമായിതു യുദ്ധവും ഇത്രയും. ഏലസി വെൺമെഴുകുന്തൻ ശരാസനൻ ശൂലം മുസലം പരേഖഗതാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരത്തോടേറെ രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റുപൊരുതോ മരിച്ചു തൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയോ മാറായൊഴുകി പല വഴി ശൂരപ്രവരനമാരുതി ദക്ഷിണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനം. തേരിൽ നിന്നാശുകിതയും എടുത്തുടൻ പാരിലമ്മാറു ധൂമ്രാക്ഷനും ചാടിനൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരെയൊടുക്കി തുടങ്ങിനാരാർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതി ഏകത കൊണ്ടടിച്ചിടിനം. ധീരതയോടതിനാകുലമിന്നീം പാരം വളർന്നൊരു കോപവിവശന മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനം. ധൂമ്രാക്ഷനേറുകൊണ്ടും ബർപുരത്തിങ്കലാമാറു ചെന്നു സുഖിച്ചു വാണിടിനൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാകന്ത കേട്ടു ദശാസനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസാരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ ഭോഗയുദ്ധത്തിനായും മാനുഷവാനരന്മാരെ ജയിച്ച് അഭിമാന കീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെ എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവൻ രക്ഷോപരന്മാർ മരിച്ചു മാറണേം. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റ് മർക്കടന്മാരും മരിച്ചാരസംഖ്യമായും. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവും. വാളും പറിച്ചുടൻ വജ്രദംഷ്ടങ്ങളാളം മുറിച്ചെറിഞ്ഞിടിനാൻ അങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം. കമ്പമുണ്ടായതു മീതിനിക്കം നേരം ദുച്ഛവനാരിപ്രവരനകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുധനേയനോടേറ്റവനും നിജാകായം വെടിഞ്ഞ് കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരംഭയം വരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ച നിജ രാക്ഷസസേനയിൽ പഞ്ചദ്വയാസനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലും ആരാമദേശാന്ത സുബേലാചലോപരിയും വാനരസേന പരന്നതും
കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേയും, നായകന്മാർ പടയ്ക്കാറുമില്ലായകയോ, ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠരോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ, പോകുന്നതാരെന്നു ചൊൽകുന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ, കുംഭഹനു മഹാനാഥൻ ദുർമുഖൻ, ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 പേരും തെങ്ങിന വൻപടയോടും നടന്നിതും. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകധാരിയിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്ര ഖഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വ യുദ്ധം ചെയ്തു കാലപുരി ബുക്കിരുന്നരുളിടിനാൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയാൻ രാവണൻ കേട്ടുകോപാന്തനായും. ആരെയും പോരിനയക്കുന്നതില്ലിനി നിരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാദികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മീരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഗീതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യവാങ്കോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജയ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണിടോ, ചൊല്ലേണമെന്നോടി വേറെ ഏതാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ. രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ. ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതോ രാവണൻ തൻ മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ ഉന്നതേനേറ്റം മഹോദരൻ മന്നവാം. വാജിമേലേറി പരീകം തിരിപ്പവേനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോം. രാവണൻ തൻ മകൻ മറ്റേതിനങ്ങീത് ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാം. കുംഭകർണാത്മജൻ കുംഭനങ്ങീതവൻ തമ്പിനി കുംഭൻ പരികായുധേനല്ലോം. ദേവകുലാന്തകനാകിയ രാവണനെ വരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവേനിന്നു ഞാൻ.
എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസിനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായകയുമില്ലിതിനേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെ ചെയ്തു തള്ളിവിട്ടിടിനാൻ വാനരേന്ദ്രന്മാരവയും തരികന്നു മാനവേന്ദ്രൻ കാൽക്കൾ വീണിരന്നിടിനാർ വില്ലിൻ ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയിനും പോരിനൊരുമിച്ചാൻ വമ്പനായുള്ളോരിവേനോട് പോരിനു മുമ്പിലടിയേൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരെയും പോരിൽ വിത്രസ്തനായി വരുന്ന തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിയുക നീ മായയുമുണ്ടോ നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട പ്രിയനാകയുമുണ്ടവൻ ചന്ദ്രസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ച് ചിത്തം ഉറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത യേച്ചൂരനന്തരം ലക്ഷ്മണനെന്തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനര നായകനാകിയ മാരുതിയും തീർത്ഥണം തന്നിൽ കുതിച്ചു വീണിടിനാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഊങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും നിർജ്ജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നിത്തും ആപത്തു കവികുലത്താലിടോം നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനം അക്ഷകുമാരനെ കൊന്നതു ഞാനിടോം എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ലോ ഭവാൻ നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ മൃത്യു വന്നില്ല നിനക്ക് അതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചങ്കശാനനും പിന്നെ മോഹിച്ചു വീണ കവിശ്രേഷ്ഠനും നീലനന്നേരം കുതി കൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിവരത്തിന്മേലും ഉല്ലാസമോടോ മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടിത്തുടങ്ങിന നാരദനെന്തതാം പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെതുടൻ തള്ളിവിട്ടിടിനാൻ തൽക്ഷണി കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയം കൊടുത്തോരുവൽ സൗമിത്രി തന്നെ മാറിലമ്മാറു ചാട്ടിയിടിനൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞ് സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനൻ ആടല വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലം എടുത്ത ദശാസ്യനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതും രാഘവൻ തന്നെ ഗൗരവമൂർത്തതി ലാഘവം പൂണ്ടിതു രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെയും ചോരയും ഛർദിച്ച് തേരിൽ വീണാനവൻ മാരുതിദാനം കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിൽ അമ്മാറുപുക്കുമയദത്തമാശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ടമീറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക
കൊണ്ടത് എന്നിയെ കൊൽകാതെ ശാസ്യനേം. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമേനാരുകെ തൽക്കണ്ടതേ സേവിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേന്തുലോം. ഇന്നതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവേൻ എന്നുടെ മുമ്പിലരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊപ്പമീതാൻ ദശവക്ത്രനും ഘോരമായി വന്നിതു പോരും അന്നേരത്തു വാരാനിധിയുമിളകി മറിയുന്നു. മാരുതി തന്നെയും ഇതു മുറിച്ചിതു ശൂരനായൊരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായിതു ബാണമേറ്റ നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലേയും. നക്തഞ്ചരാധിപനായ ദശാസേനു ശക്തിക്ഷയം കണ്ടു സത്വരൻ രാഘവൻ. തേരും കൊടിയും കുടിയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരുടതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ ആമയം പാരം നിനക്കൊണ്ടു മാനസേം. പോയാലും ഇന്നു ഭയപ്പെടാകേതുമീം. നീ ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുത്സവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോം. വേവതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികയിൽ ഓർത്തു ചൊല്ലിടിനൻ. നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകതം നിശ്ചയം. വേദാവുദാനുമനാരണ്യഭൂവനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജമ്പാരി മുമ്പം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരവും നാസതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ചിന്തിച്ച് കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോം. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞിനി ഉണർന്നിടുമാറില്ല. ഉറങ്ങിത്തുടങ്ങിട്ടവനും ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജ നിയോഗീന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ. ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതീർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തഞ്ചകൾ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും. കുംഭിവരന്മാരെ കൊണ്ടു നാസരന്ത്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയും ആനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമീം. ജൃംഭസമാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടിനാറാശരവീരനും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ക്രദ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കെട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെയും ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിട വാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതും. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഊടഭൂതം നിജ സോദരൻ തന്നെയും
ചിത്തെ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടോം. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസിന്നി കൊണ്ടെന്നു വച്ചിടിനേം. വാരിതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു. കൊന്നാം പ്രഹസ്താദികയിലെ പലരെയും എന്നിയും ഇതു മുറിച്ചാഞ്ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണങ്ങളിൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേം. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാം കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലുകയും നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകയെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നോർത്തു കണ്ണാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേയും. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലിടും. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാവത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളിലും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദിഭേദങ്ങളും നാലുപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പഥ്യം പറയൂ. മമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്യകമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളൊരമാത്യജനങ്ങളിൽ നല്ലത് കാകോളമെന്നതു ചൊല്ലുവോരൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ. മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിടുകൾ നാടുമായി സുങ്കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നാതി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൾ മോഹിച്ചു ചെന്നത്തൽ പിടുന്നു ബലിശംഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നെങ്കിലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതോ രാത്രിഞ്ചരാതിവാം. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവേനെന്നും അവത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവേനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്ന് അങ്ങ് അറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നെങ്കിലൊരുത്തേനഭിരുചിയും പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവേനുണ്ടോ ജഗത്തിങ്കൽ ആരാനുമോർക്ക നീ. മുന്നം വിചാരകാലെ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മനുഷ്യനല്ല രാമൻ പുരുഷോത്തമെന്നാനാ ജഗന്മയൻ നാരായണൻ വരൻ. സീതയാകുന്നതോ യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെയും നിന്നോടു തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവ മുന്നമേ എന്തതോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലായ യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമീം വാഴുന്ന നേരത്ത് നാരദേനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേം. ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായിതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനിയും. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോടു സാദരം ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേയും. രാവണ പീഡിതന്മാർ ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചും ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേയും. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതും. മർത്യനാൽ എന്നെ മൃത്യുവില്ലെന്നതോ മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനാൽ തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ.
ഇത്തങ്ങുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥ പുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിടുവൻ ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും. നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേം. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദിവരദള ശ്യാമളൻ. മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ. ഭക്തി കണ്ട പ്രസാദിക്കേണ്ട ഉത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലെ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷ്യകാരനാൻ രാമനാകുന്നതും. താരക ബ്രഹ്മമെന്നത്രി ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന മാമയം നൽകുന്ന സംസാര സാഗരം ലംഘിച്ച് രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടുകണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദയിലേക്കുന്നിതന്നകം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയേ.